നമസ്കാരം. PS ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് ഈ 4ാം ഘട്ടം പ്രിലിംസ് പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് 2024 PS ചോദിച്ചുള്ള പ്രിലിംസ് പരീക്ഷയിൽ PS ചോദിച്ചുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാത്തിൻ്റെയും PDF ഞാൻ തയ്യാറാക്കിയിട്ടില്ല. കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഞാൻ PDF തയ്യാറാക്കിയിട്ടുള്ളൂ. കുറേ ചോദ്യങ്ങൾ, 70ഓളം ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? നമുക്കറിയാം, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഏതാണ്? ആമസോൺ മഴക്കാടുകളാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഏതാണ് കൂട്ടുകാരെ? ആമസോൺ മഴക്കാടുകളാണ് അല്ലേ? എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഊർജത്തിൻ്റെ CGS യൂണിറ്റ് എന്താണ്? ഊർജത്തിൻ്റെ CGS യൂണിറ്റ് ഏതാണെന്നറിയോ? എന്താണ് ഊർജത്തിൻ്റെ CGS യൂണിറ്റ്? എന്താണ്? എർഗ്. ഏതാണ് കൂട്ടുകാരെ? എർഗ്. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് ഏതാണ്? ന്യൂട്രൺ അല്ല, എർഗാണ്. ഏതാണ്? എർഗ്. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് ഏതാണ്? എർഗ്. ഓക്കെ അല്ലേ? ഇനി ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ഒരിക്കലും പല കൂട്ടുകാരും കഴിഞ്ഞ പരീക്ഷ രാഷ്ട്രപതി എഴുതി. രാഷ്ട്രപതി തെറ്റാണ്. രാഷ്ട്രപതിയല്ല, പകരം ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. ആർക്കാണ്? കേന്ദ്ര സർക്കാരിന് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? അത് കേന്ദ്ര സർക്കാരിനാണ് അല്ലേ? നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? 5 തെങ്ങ് കലാപം നടന്ന വർഷം. 5 തെങ്ങ് കലാപം നടന്ന വർഷം നമുക്കറിയാം 1697. 5 തെങ്ങ് കലാപം നടന്നത്. 5 തെങ്ങ് കലാപം നടന്ന വർഷം എപ്പോഴാണ് കൂട്ടുകാരെ? 1697. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ സെക്ഷൻ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കുക? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടാണ് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള എനിക്കുള്ള പ്രചോദനം. ഓക്കെ അല്ലേ? എങ്കിൽ സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്താണ് കൂട്ടുകാരെ? സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് യെസ്, മീറ്റർ ആണ് അല്ലേ? മീറ്റർ. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ഓക്കെ അല്ലേ? ഇനി സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഏതാണ്? സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഏതാണ്? അത് ഓക്സിജൻ. എന്താണ്? ഓക്സിജൻ. നമ്മളെ ശ്വസനത്തിന് ഉപയോഗിക്കുന്നത് ഓക്സിജൻ അല്ലേ? ഏത് ജന്തു ആയിക്കോട്ടെ, സസ്യങ്ങളായിക്കോട്ടെ, ജന്തു ആയിക്കോട്ടെ, ശ്വസിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കും? ശ്വസനത്തിന് ഉപയോഗിക്കുന്നത്, സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത് ഓക്സിജനാണ്. സസ്യങ്ങളല്ല, ജന്തുക്കൾ, ഏത് ജീവിയും ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത് ഓക്സിജനാണ്. അതുപോലെ തന്നെ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകവും ഏതാണ്? ഓക്സിജൻ ആണല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത്? ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? അത് O ഗ്രൂപ്പ്. എന്താണ്? O ഗ്രൂപ്പ് അല്ലേ? ഓപ്ഷൻ എ O ഗ്രൂപ്പാണ്. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഈ 6 ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം. അതിനു മുന്നേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു 10 ക്വസ്റ്റ്യൻ ആയിട്ടൊന്ന് ആവർത്തിക്കാം അല്ലേ? ഇനി ഈ സൂര്യനിൽ നിന്നും, എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? സൂര്യനിൽ നിന്നും ഇത് സൂര്യൻ അല്ലേ? ഈ സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്താൻ എത്ര സമയം മതിയാകും? എത്ര സമയം വേണ്ടി വരും? യെസ്, 8.2 മിനിറ്റ് ആണ്. PS ചോദിച്ചാൽ എന്താണ്? സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ എത്ര സമയം മതിയാകും? 8.2 മിനിറ്റ് ആണ്. എത്രയാണ്? 8.2 മിനിറ്റ്. ഓർത്തു വെക്കണേ. 8.2 മിനിറ്റ്. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചു? ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരാണ്? അത് ഡോക്ടർ S രാധാകൃഷ്ണൻ. ആരാണ്? ഡോക്ടർ S രാധാകൃഷ്ണൻ. ഓക്കെ അല്ലേ? അപ്പം സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്താൻ എത്ര സമയം മതിയാകും? 8.2 മിനിറ്റ് അല്ലേ? അല്ലെങ്കിൽ 500 സെക്കൻഡ് എന്നും പറയാം. 500 സെക്കൻഡ് അല്ലെങ്കിൽ മിനിറ്റിലാണെങ്കിൽ 8.2 മിനിറ്റ്. രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ S രാധാകൃഷ്ണൻ. എങ്കിൽ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഫസ്റ്റ് രാഷ്ട്രപതി, ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അല്ലേ?
രാജേന്ദ്ര പ്രസാദ്. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് എന്നാൽ ഞാൻ ഈ 10 ക്വസ്റ്റ്യൻസ് ആയാലും ഒന്നുകൂടി ആവർത്തിക്കട്ടെ. യെസ്, അന്ന് ആവർത്തിക്കണം അല്ലേ? പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ആവർത്തിക്കുക. ഓക്കെ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളാണ്. ഊർജ്ജത്തിൻ്റെ CGS യൂണിറ്റ് എന്താണ്? PS എന്താണ്? എർഗാണ് അല്ലേ? എർഗാണ്. ഇനി ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിനാണ്. 5 തെങ്ങ് കലാപം 1697 സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് PS എന്താണ്? മീറ്ററാണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ, ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ, ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് O ഗ്രൂപ്പ്. ഓക്കെ അല്ലേ? ഇനി സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര മിനിറ്റ് വേണം? 8.2 മിനിറ്റ് അല്ലെങ്കിൽ 500 സെക്കൻഡ് അല്ലേ? 500 സെക്കൻഡ് വരും. ഓക്കെ. എങ്കിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ആര്? ഡോക്ടർ S രാധാകൃഷ്ണൻ. നെക്സ്റ്റ് PS ചോദ്യം എന്താണ് കൂട്ടുകാരെ? നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 11ാമത്തെ ക്വസ്റ്റ്യൻ ഈ ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ എന്താണ്? ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണ്? അത് നമ്മുടെ വിറ്റാമിൻ സി ആണ്. ഇതാണ് വിറ്റാമിൻ സി നമ്മുടെ ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണ് കൂട്ടുകാരെ? അത് വിറ്റാമിൻ സി ആണ്. അതാണ് വിറ്റാമിൻ സി. ഓക്കെ അല്ലേ? ഇനി പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലി. അപ്പം പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം, പക്ഷി സങ്കേതം, കേരളത്തിൽ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം എന്ന് ചോദിച്ചാൽ പറയാം അത് ഇതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം. ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. എങ്കിൽ ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ സി ആണ്. മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? അതും വിറ്റാമിൻ സി ആണ്. മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നത് വിറ്റാമിൻ സി ആണ്. ഓക്കെ അല്ലടാ? യെസ്. എങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം എന്നാണ് 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ് കൂട്ടുകാരെ? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ചോദിച്ചാൽ പറയണം ഏതാണെടാ? അതെ, യെസ്, ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം. ഇതൊക്കെ PS ചോദിച്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ്? അത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. എങ്കിൽ അക്കമ്മച്ചെറിയാൻ ജനിച്ചത് എവിടെയാണ്? നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു തവണ അക്കമ്മച്ചെറിയാൻ്റെ ഒരു സീരീസ് തന്നെ ഉണ്ടായില്ല. അക്കമ്മച്ചെറിയാൻ എന്താണ് ആത്മകഥ ഏതൊക്കെയാണ്, ജനിച്ചത് ഏതൊക്കെയാണ് PS എന്താണ്? അക്കമ്മച്ചെറിയാൻ്റെ ജനനം എവിടെയാണ്? അക്കമ്മച്ചെറിയാൻ്റെ ജനനം എവിടെയാണ്? അത് കാഞ്ഞിരപ്പള്ളി. എവിടെയാണ്? കാഞ്ഞിരപ്പള്ളി. അക്കമ്മച്ചെറിയാൻ ജനിച്ചത് എവിടെയാണ്? കാഞ്ഞിരപ്പള്ളിയാണ്. ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഇനി ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ ആരാണ്? ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് യെസ്, രാജാറാം മോഹൻ റോയ് ആണ്. അപ്പം ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ അല്ലേ? അപ്പം നൂറ് ഞാൻ പറയാം. എന്താണ്? സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 8.2 മിനിറ്റ് അല്ലെങ്കിൽ 500 സെക്കൻഡ് ആവശ്യമാണ്. രണ്ടാമത്തെ രാഷ്ട്രപതി ഡോക്ടർ S രാധാകൃഷ്ണൻ. ഒന്നാമത്തെ രാഷ്ട്രപതി ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലേ? ഇനി ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ സി ആണ്. അതുപോലെ തന്നെ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന വൈറ്റമിൻ സി ആണ്. ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ
സി ആണ്. ഓക്കെ അല്ലേ, പച്ചക്കറികൾ ചൂടാക്കി നഷ്ടപ്പെടുന്നത് വൈറ്റമിൻ സി ആണ്, അതും കൊണ്ട് ഓർത്ത് വെക്കുക. ഇനി ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് ഇത് തട്ടേക്കാട് പക്ഷി സങ്കേതം. ഏതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം? നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ്? അത് ഉപദ്വീപീയ പീഠഭൂമിയാണെന്നും നമ്മൾ പറഞ്ഞു. ഏതാണ് ഉപദ്വീപീയ പീഠഭൂമി? എങ്കിൽ അക്കമ്മ ചെറിയാൻ ജനിച്ച എവിടെയാണ്? അത് കാഞ്ഞിരപ്പള്ളി. എവിടെയാണ്? കാഞ്ഞിരപ്പള്ളിയിലാണ് അല്ലേ. എങ്കിൽ ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന ആരാണ്? അത് രാജാറാം മോഹൻ റോയ്. ആരാണ്? രാജാറാം മോഹൻ റോയ് ആണെന്നും ഓർത്തു വെക്കുക. ഓക്കെ അല്ലേടാ? യെസ്. ഇനി മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ അധികാരം ആർക്കാണ്? അത് പാർലമെൻറ്റിനാണ്. ആർക്കാണ്? പാർലമെൻറ്റിന്. മൗലിക അവകാശങ്ങൾക്ക് മേൽ മൗലിക അവകാശങ്ങൾ അല്ലേ മൗലിക അവകാശങ്ങൾക്കുമേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? അത് ഇന്ത്യൻ പാർലമെൻറ്റിന്. ആർക്കാണ്? പാർലമെൻറ്റ് അല്ലേ പാർലമെൻറ്റ്. അപ്പം മൗലിക അവകാശങ്ങളുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ അധികാരം ആർക്കാണ്? പാർലമെൻറ്റിന് മാത്രമാണ്. ആർക്കാണ്? പാർലമെൻറ്റിന് മാത്രമാണ് അല്ലേ. യെസ്. എങ്കിൽ അക്കിത്തം അച്ചു നമ്പൂതിരിക്ക് ജ്ഞാനപീഠം കിട്ടിയത് ഏത് വർഷം? എന്താണ്? 17ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ്? അക്കിത്തം അച്യുതൻ അല്ലേ. അക്കിത്തത്തിന് യെസ് എന്താണ്? ജ്ഞാനപീഠം. ഓർത്തു വെച്ചോ, എന്താണ്? ജ്ഞാനപീഠം. അക്കിത്തത്തിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം എപ്പോഴാണ്? 2019. എപ്പോഴാണ്? 2019 അക്കിത്തത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 2019. ഓക്കെ അല്ലേ. യെസ്. ഇനി മെൻഡലിയഫിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്താണ്? 18ാമത്തെ ക്വസ്റ്റ്യൻ. മെൻഡലിയഫ്. യെസ്. അപ്പം നമ്മുടെ പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചാരാണ്? അത് മെൻഡലിയഫ് ആണല്ലേ. അപ്പം മെൻഡലിയഫിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ എലമെൻറ്റ്സ് ക്രമീകരിച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് നമ്മുടെ ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ. എന്താണ്? ആറ്റോമിക് മാസ് അല്ലേ. ആറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. അപ്പം എങ്കിൽ ആധുനിക പീരിയോഡിക് ടേബിളിൽ എന്താണ്? നമ്മുടെ ആറ്റോമിക നമ്പറാണ്. അപ്പം മെൻഡലിയഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ മൂല്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം എപ്പോഴാണ്? കുറ്റ്യാടി അല്ലേ. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം എപ്പോഴാണ്? അത് 1972 എപ്പോഴാണ്? കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം 1972. 1972. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയുടെ മാഗ്നാ കാർട്ട. എന്താണ്? ഇന്ത്യയുടെ മാഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഇന്ത്യയുടെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? മൗലിക അവകാശങ്ങൾ. എന്താണ്? മൗലിക അവകാശങ്ങൾ. ഓക്കെ അല്ലേ. അപ്പം മെൻഡലിയഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ. ഓക്കെ അല്ലേ. എങ്കിൽ ആധുനിക എന്താണ്? മോസ്ലിയുടെ ആധുനിക പീരിയോഡിക് ടേബിളിൽ ആറ്റോമിക് നമ്പറാണ്. എന്താണ്? ആറ്റോമിക് നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. എങ്കിൽ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം 1972. ഇന്ത്യയുടെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ് അല്ലേ. മൗലിക അവകാശങ്ങൾ. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്. നീലം കലാപം. എന്താണ്? നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ്? യെസ്. ഇതാണ് ബംഗാളിലാണ്. എവിടെയാണ്? ബംഗാൾ. നീലം കലാപം നടന്നത് എവിടെയാണ് കൂട്ടുകാരെ? ബംഗാളിലാണ്. ഓർത്തു വെക്കുക. നീലം കലാപം എവിടെയാണ്? ബംഗാളിലാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ. ഇനി നമ്മുടെ സിന്ധു നദിയിലെടാ സിന്ധു നദി എന്താണ്? പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം അറിയപ്പെടുന്നത് എന്താണ്? സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് ഏത്?
ചില്ലാർ എന്നറിയപ്പെടുന്നു ചില്ലാർ എന്നാണ് എന്താണ് നമ്മുടെ സിന്ധു നദി. ഈ സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം അറിയപ്പെടുന്നത് ചില്ലാർ എന്നാണ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കേരളം ഈ കേരളത്തിൻ്റെ വടക്ക് ഭാഗം മുകളിലെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ കർണാടകയാണ്. എല്ലാവർക്കും അറിയാം അല്ലേ? കർണാടക എന്താണ് കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ഓക്കെ അല്ലേ? ഇനി കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരാണ്? എന്താണ് കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരാണ് കൂട്ടുകാരെ? അത് ആഗമാനന്ദ സ്വാമി. ആരാണ്? ആഗമാനന്ദ സ്വാമിയാണ്. ആഗമാനന്ദ സ്വാമി എന്താണ് കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമിയാണ് ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നേരത്തെ ഓൾറെഡി ചർച്ച ചെയ്താണ് എന്താണ് പൗരന്മാരുടെ മൗലിക അവകാശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുവാനുള്ള അധികാരം ആർക്കാണ്? അത് നമ്മുടെ പാർലമെന്റിനാണ്. ഓക്കെ അല്ലേ? എങ്കിൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് എന്താണ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് എന്ത് പറയും? ദ്രവ്യത്തിൻ്റെ അളവാണ് ഏത്? നമ്മുടെ പിണ്ഡം എന്നറിയപ്പെടുന്നത്. ഇതൊക്കെ PSC ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ ആവർത്തിക്കുന്നതാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് ഏത്? പിണ്ഡം എന്നറിയപ്പെടുന്നു അല്ലേ? പിണ്ഡം. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ്, ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? എന്താണ് ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയത്? എന്താണ് ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരും ചോദിച്ചാൽ പറയണം ആരാണ്? അത് വാറൻ ഹേസ്റ്റിങ്സ്. ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാൾ ദ്വിഭരണം നിർത്തലാക്കിയത് ആരാണ് കൂട്ടുകാരെ? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ എന്താക്കുക? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപാകതകൾ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ഇത്തരത്തിൽ ഈ വീഡിയോ സെക്ഷൻ കൂടുതൽ ഭംഗിയാക്കുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എങ്ങനെ കൂടുതൽ എന്താണ് മെച്ചപ്പെട്ടതാക്കുക എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ എന്താക്കാം? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ അല്ലേ? യെസ്. എങ്കിൽ നമ്മുടെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് കൂട്ടുകാരെ? അത് നമ്മുടെ സെറിബെല്ലം. ആരാണ്? സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഇത് സെറിബെല്ലം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മുടെ മദ്യം ബാധിക്കുന്നത് സെറിബെല്ലത്തെ തന്നെയാണ്. അതുകൊണ്ടാണ് മദ്യം കുടിച്ചാൽ നമുക്ക് തുലനനില സാധ്യമാകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നടക്കുന്നല്ലേ. അപ്പം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? യെസ്. ഇനി ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ്? നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവാണ്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? നെഹ്റുവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽ വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ലീഗറാണ്. ആരാണ്? കേണൽ ലീഗറാണ്. ഒന്നും കൂടി ഞാൻ പറയട്ടെ, ആവർത്തിക്കട്ടെ ഈ ക്വസ്റ്റ്യൻസ്. ഞാൻ ജസ്റ്റ് സ്പീഡ് പറയാം. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് ഗവർണറാണ് എന്താണ്? കേണൽ ലീഗർ അല്ലേ. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയ ജവഹർലാൽ നെഹ്റു ആണ്. പേശി പ്രവർത്തനങ്ങളെ സമന്വയിപ്പിച്ച് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? അത് സെറിബെല്ലമാണ്. എങ്കിൽ ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണറാണ്? അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ് അല്ലേ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് ഇത് പിണ്ഡം എന്നറിയപ്പെടുന്നതാണ്. പിണ്ഡം എന്നീ. ഓക്കെ അല്ലേ? ഇനി എന്താണ്? കാലടി അല്ലേ. കാലടിയിൽ
എന്താണ് രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചവരാണ് അത് ആഗമാനന്ദ സ്വാമികളാണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി കേരളത്തിൻ്റെ വടക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അത് എന്താണ് കർണാടകയാണ് നമ്മൾ പറഞ്ഞു. ഇനി സിന്ധു നദി പാകിസ്ഥാനിലേക്ക് കടക്കുന്ന ഭാഗം ഏതാണ്? ചില്ലാർ എന്നറിയപ്പെടുന്നു. നീലം കലാപം എവിടെയാണ്? നീലം കലാപം നടന്നത് അത് ബംഗാളിലാണ്. എവിടെയാണ്? ബംഗാളിലാണ്. ഓക്കെ അല്ലേടാ? യെസ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, ആമുഖം തയ്യാറാക്കിയത് പറഞ്ഞു കേണൽ ലീഗർ. ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? എന്താണ്? ജവഹർലാൽ നെഹ്റു. ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത് എന്താണ്? ശാന്തിവനം എന്നാണ്. എന്താണ്? ശാന്തിവനം എന്നറിയപ്പെടുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ശാന്തിവനം എന്നറിയപ്പെടുന്നു. പീസ് ചോദിക്കുന്നത് എങ്ങനെയാണ്? ശാന്തിവനം എന്നറിയപ്പെടുന്നത് ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? എന്താണ്? ശാന്തിവനം നമ്മുടെ നെഹ്റുവാണ് അല്ലേ? ഇനി ശക്തി സെൽ ആരുടെയാണ്? ഏറ്റവും കൂടുതൽ മറ്റാവശ്യമാണ് ശക്തി സെൽ ഇന്ദിരാഗാന്ധി. ആരുടെയാണ്? ഇന്ദിരാഗാന്ധിയുടെ. ഓക്കെ അല്ലേ? യെസ്. ഇനി ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഫസ്റ്റ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഫസ്റ്റ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. എന്താണ്? ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് അല്ലേ? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. അടുത്തത് ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിച്ചതാണ്. എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ എന്താണ് വടക്കേ തെക്കേ അറ്റവും ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് ചോദിച്ചാൽ പറയണം. എത്ര ഡിഗ്രി? 30 ഡിഗ്രി. എത്രയാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേറ്റവും തെക്കേറ്റവും ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് കൂട്ടുകാരെ? അത് 30 ഡിഗ്രി വ്യത്യാസം. എത്രയാണ്? 30 ഡിഗ്രി വ്യത്യാസമാണ് അല്ലേ? ഓക്കെ, യെസ്. ഇനി ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവ സന്തുഷ്ടമായ മണ്ണിൻ്റെ ഏതാണ്? പർവ്വത മണ്ണ്. ഏതാണ്? പർവ്വത മണ്ണ്. ഏറ്റവും കൂടുതൽ ജൈവ സന്തുഷ്ടമായ മണ്ണ് ഏതാണ്? പർവ്വത മണ്ണാണെന്ന് ഓർത്ത് വെക്കുക. എന്താണ്? കറുത്ത മണ്ണ്, ചെങ്കൽ മണ്ണ്, പർവ്വത മണ്ണ്, എക്കൽ മണ്ണ് എന്നിങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും ജൈവ സന്തുഷ്ടമായ മണ്ണ് ഏതാണ്? പർവ്വത മണ്ണ്. എന്താണ്? പർവ്വത മണ്ണ്. എങ്കിൽ നമ്മുടെ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ജീവകം ഏതാണ്? അല്ലെങ്കിൽ വൈറ്റമിൻ. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? അത് വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെ, ഫില്ലോക്വിനോൺ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ കെ ആണ് രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ജീവകം അല്ലേ? ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നതാണ് മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ് അല്ലേ? എങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ് കൂട്ടുകാരെ. അത് 1993 ഒക്ടോബർ 12 എപ്പോഴാണ്? 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എപ്പോഴാണ്? 1993 ഒക്ടോബർ 12 ഓക്കെ അല്ലേ? ഇനി മാസ്റ്റർ ബീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട കുടിൽ വ്യവസായം എന്താണ്? മാസ്റ്റർ ബീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട കുടിൽ വ്യവസായം ഏതാണ്? അത് കൈത്തറി വ്യവസായമാണ്. ഇതാണ് കൈത്തറി വ്യവസായം ഓക്കെ അല്ലേ? അപ്പം മാസ്റ്റർ ബീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം ഏതാണ്? അത് കശുവണ്ടി വ്യവസായമാണ് അല്ലേ? കശുവണ്ടി വ്യവസായം. എങ്കിൽ അക്കമ്മച്ചെറിയാനെ ആരെയാണ്? അക്കമ്മച്ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നാണ്. അക്കമ്മച്ചെറിയാനെ
തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നമ്മുടെ ഗാന്ധിജിയാണ്. ആരാണ്? ഗാന്ധിജി. അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ് അല്ലേ? ഗാന്ധിജിയാണ്. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അത് രാജാറാം മോഹൻ റോയ്. ആരാണ്? രാജാറാം മോഹൻ റോയ് അല്ലേ? അപ്പം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. അതുപോലെ തന്നെ അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിന് ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. എന്താണ്? മാസ്റ്റർ ഭീവർ സമ്പ്രദായം ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം ഏതാണ്? അത് കൈത്തറി വ്യവസായമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12 ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ജാതി വർഗം എന്താണ്? മതം വർഗം ജാതി ലിംഗം എന്താണ്? ഒന്നുകൂടി പറയാം. എന്താണ്? മതം വർഗം ജാതി ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോട് വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അത് അനുച്ഛേദം 15 അനുച്ഛേദം 15. ഏതാണ്? അനുച്ഛേദം 15. അപ്പം എന്താണ്? മതം വർഗം ജാതി ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോട് വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 15 അല്ലേ? ആർട്ടിക്കിൾ 15 എങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ആരെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ, അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷണർ അതുപോലെ തന്നെ മെമ്പേഴ്സ് എന്നാണ്. മെമ്പേഴ്സ് അല്ലേ? ഇവരെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് കൂട്ടുകാരെ? അതേ നമ്മുടെ രാഷ്ട്രപതിക്കാണ് അല്ലേ? രാഷ്ട്രപതിക്കാണ്. എങ്കിൽ പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? എന്താണ്? പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? അത് മുതിരപ്പുഴ. എന്താണ്? മുതിരപ്പുഴയിലാണ്. ഏത് പുഴയിലാണ്? മുതിരപ്പുഴ. പള്ളിവാസൽ പദ്ധതി ഏത് പുഴയിലാണ്? പള്ളിവാസൽ പദ്ധതി ഏത് പുഴയിലാണ്? മുതിരപ്പുഴ അല്ലേ? പള്ളിവാസൽ പദ്ധതി മുതിരപ്പുഴയിലാണ്. ഓക്കെ അല്ലേ? യെസ്, മുതിരപ്പുഴ. എങ്കിൽ കേശലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കേശലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ് കൂട്ടുകാർ? അത് 2 ഇലക്ട്രോൺ. എത്രയാണ്? 2 ഇലക്ട്രോൺ. KLMN അങ്ങനെയല്ല പോകുന്നത്. അപ്പം കേശലിൽ ഉൾപ്പെടുന്നത് എത്രയാണ്? 2 ആണല്ലേ? എങ്കിൽ കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം എന്താണ്? കേരള പട്ടികജാതി പട്ടികവർഗ അല്ലേ? പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം ഇവിടെയാണ്. അത് തൃശ്ശൂരാണ്. എവിടെയാണ്? തൃശ്ശൂർ. അപ്പം കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ പറയണം അത് തൃശ്ശൂരാണ്. എന്താണ്? തൃശ്ശൂരാണ്. ഓക്കെ അല്ലേ? ഇനി സോപ്പ് നമ്മുടെ ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം എന്ത് മാറ്റം വരുന്നു? പ്രതലബലം കുറയുന്നു. സോപ്പ് ആ സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം കുറയുന്നു. എന്താവുന്നു? കുറയുന്നു. ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ഫസ്റ്റ് യൂറോപ്യൻ ശക്തി ആരാണ്? ഇന്ത്യയുമായി ഫസ്റ്റ് വാണിജ്യബന്ധം അല്ലെങ്കിൽ വ്യാപാരബന്ധം ആരംഭിച്ച ഫസ്റ്റ് യൂറോപ്യൻ ശക്തി ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. ആരാണ്?
പോർച്ചുഗീസുകാർ. PSC ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുമായി ഫസ്റ്റ് വ്യാപാര ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യന്മാർ ആരാണ്? അത് പോർച്ചുഗീസുകാരാണ് അല്ലേ, പോർച്ചുഗീസുകാരാണ്. ഓക്കെ അല്ലേ. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും എന്താണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമാണ്? ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തത് 1858-ലാണ്. 57-ല്ല, 58-ലാണ്. അപ്പം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? 1858. ഓക്കെ അല്ലേടാ. ഇനി മനുഷ്യനിൽ എത്ര തരം പല്ലുകളുണ്ട്? മനുഷ്യനിൽ എത്ര തരം പല്ലുകളുണ്ട്? അത് 4 തരം പല്ലുകൾ. എന്താണ് മനുഷ്യരിൽ എത്ര തരം പല്ലുകളാണുള്ളത്? 4 തരം പല്ലുകളാണ് മനുഷ്യരുള്ളത്, 4 തരം പല്ലുകൾ. ഓക്കെ അല്ലേ. ഇനി കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം എത്രയാണ് കൂട്ടുകാരെ? അത് 78ആണ്. 78. കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം എത്രയാണ് കൂട്ടുകാരെ? അത് 78ആണ്. ഓർത്തു വെക്കുക. മനുഷ്യരിൽ എത്ര തരം പല്ലുകളുണ്ട്? 4 തരം പല്ലുകളുണ്ട്. ഓക്കെ അല്ലേ. യെസ്. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി അല്ലേ ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമാണ്? അത് 1858-ലാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ. ഇനി ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? എന്താണ് ജിം കോർബറ്റ് അല്ലേ, ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? അത് ഉത്തരാഖണ്ഡ്. എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ജിം കോർബറ്റ് ദേശീയോദ്യാനം എവിടെയാണ്? അത് ഉത്തരാഖണ്ഡ്. ഓക്കെ അല്ലേ. ഇനി ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ഫസ്റ്റ് യോഗ സർവകലാശാല, ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ഫസ്റ്റ് യോഗ സർവകലാശാല എവിടെയാണ്? യോഗ സർവകലാശാല എവിടെയാണ്? അത് ലോസ് ഏഞ്ചൽസ്. എവിടെയാണ്? ലോസ് ഏഞ്ചൽസ് അല്ലേ, ലോസ് ഏഞ്ചൽസ് ആണ്. അപ്പം ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല എവിടെയാണ്? അത് ലോസ് ഏഞ്ചൽസിലാണെന്ന് ഓർത്തു വെക്കുക. എങ്കിൽ ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? അത് ത്രികോണമാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ത്രികോണാകൃതിയാണെന്ന് ഓർത്തു വെക്കുക. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ത്രികോണാകൃതിയാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ. നമ്മൾ ശരീരത്തിന് തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? അത് സെറിബെല്ലമാണെന്ന് പറഞ്ഞു അല്ലേ. ഇനി ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് സംസ്ഥാനം ഏതാണ്? ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ഇതാണ്. അത് മധ്യപ്രദേശാണ്. ഇതാണ് മധ്യപ്രദേശ്. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? അത് മധ്യപ്രദേശാണ്. എങ്കിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എന്താണ്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്നു. എവിടെയാണ്? കൊച്ചിയിൽ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്നു അല്ലേ, കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ അല്ലേ. ഇനി ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏതാണ്? ശ്വാസകോശം. ഈ ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്നത് ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്നത് ഏതാണ്? പ്ലൂറ. ഇതാണ് പ്ലൂറ അല്ലേ. അപ്പം യെസ്, പ്ലൂറയാണ്. ഓക്കെ അല്ലേ. അപ്പം എന്താണ് എങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ അല്ലേ, രാമചന്ദ്രന്റെ വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഇതാണ്. അത് ഒരു വെർജീനിയൻ വെയിൽക്കാലം. എന്താണ്? ഒരു വെർജീനിയൽ വെയിൽക്കാലമാണ്. ഏഴാച്ചേരി രാമചന്ദ്രന് എന്താണ് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഒരു വെർജിനൽ വെയിൽക്കാലം. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. നിങ്ങളുടെ കമൻസ് ആയിരിക്കും കൂടുതൽ മെച്ചപ്പെടുന്നത്. ഈ സെക്ഷൻ, ഇത്തരത്തിലുള്ള സെക്ഷൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, ഉപകാരപ്പെട്ടു നിങ്ങൾക്ക് അറിഞ്ഞാൽ വീണ്ടും എന്താണ് ഇത്തരത്തിലുള്ള സെക്ഷൻസ് ഞാൻ നടത്താം. അല്ലെങ്കിൽ എന്താണ് ഇത് ഫാൾട്ടാണ്, അല്ലെങ്കിൽ ഇതിന് ആവശ്യമില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ അവകാശമുണ്ട്. അത് രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അപ്പം വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ, സീ യു.